ഒരു വയസ്സാണ്. എത്ര ദിവസമായി മരിക്കുമ്പോൾ? അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു ഓർമ്മയും എനിക്കില്ല. അല്ല, PC അഹമ്മദ്, PC മുഹമ്മദ് സഗീർ. അത് ഈ നാട്ടുകാരനാ? അയാളെ വാപ്പയാണ് ഈ നാട്ടിലെ ആദ്യത്തെ കാവിയായിട്ട് വന്നത്. ഓ ശരി. PT കുഞ്ഞാലി ഹാജി, ആ പേരാണ് കുഞ്ഞാലി. ശരി ശരി. അയാളെ പൗത്രനാണ് കുഞ്ഞാലി. പിന്നെ ഹമീദ് ചേന്നമംഗലൂരിൻ്റെ വല്യപ്പ. വല്യപ്പയുടെ പേരാണല്ലേ? അയാള് പിന്നെ അധികാരി. അധികാരി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുമായിട്ട്. അതെ, ബ്രിട്ടീഷ് ഗവൺമെൻറ് കാലത്തെ അധികാരിക്ക് ഒരു പവേഴ്സാണ്. ബ്രിട്ടീഷുമായിട്ട് സപ്പോർട്ടായിരുന്നു. അതങ്ങനെ സപ്പോർട്ടായിരുന്നു. അപ്പോൾ അബ്ദുറഹ്മാൻ സാഹിബ് 2-3 തവണ ഇവിടെ അതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? അതറിയില്ല. പിന്നെ സാറ് ജമാഅത്ത് ഇസ്ലാമി ഫോം ചെയ്യുന്നത് ഇദ്ദേഹം ഈ ഇതിന് മുമ്പ് അങ്ങനെയാണോ? ജമാഅത്ത് ഇസ്ലാമി കേരളത്തിൽ ഫോം ചെയ്യുന്ന, ഔദ്യോഗികമായി ഫോം ചെയ്യുന്ന 48-ലാണ്. ഇദ്ദേഹം അതിന് മുമ്പ് മരിച്ചു. അതിന് വേണ്ടിയുള്ള ചില പ്രാഥമിക പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്നു. അത് വളാഞ്ചേരിയിലാണ്. അബ്ദുറഹ്മാൻ സാഹിബിനെ കാണാനുള്ള ഒരു അങ്ങനെ ആര് കാണുക? അഖിലേന്ത്യാതലത്തിൽ വന്നിട്ടില്ല. ഓ, അന്ന് EMS സെക്രട്ടറിയും ഇദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നല്ലോ. അതെ, KBC. അതെ, ശരിക്കും അന്ന് ഇസ്ലാമി, ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി രൂപീകരിക്കുന്നത് തന്നെ 1948 ഏപ്രിലാണ്. അതിന് മുമ്പ് ഒരു ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, സബ്കോണ്ടിനുണ്ട്. സബ്കോണ്ടിനുണ്ട്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പറയും. ആ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനം കേരളത്തിൽ അത്ര സജീവമായി വന്നില്ല. ഒരാൾ മാത്രം, അതായത് BP മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ആള്, ഹാജി സാഹിബ്, അതെ, അയാൾ വന്നിട്ട് അതിൻ്റെ ഒരു പ്രാഥമിക പ്രവർത്തനം വളാഞ്ചേരിയിൽ ആരംഭിച്ചു, എടയൂരിൽ. ജമിയത്തുൽ മുസ്തർഷിദീൻ എന്നാണ് അതിന് പേരിട്ട്. ഈ മുസ്തർഷിദീൻ എന്ന് പറഞ്ഞാൽ സത്യാന്വേഷകർ. സത്യാന്വേഷക സംഘം രൂപീകരിച്ചുകൊണ്ട് പ്രാഥമികമായിട്ട് അബുലാല മൗദൂദിയുടെ 2 ബുക്കുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തു അങ്ങനെ തുടങ്ങില്ല. പക്ഷേ ശരിക്കുള്ള പ്രവർത്തനം ആരംഭിക്കുന്നത് വ്യവസ്ഥാപിതമായിട്ട് നാട്ടുകെട്ടിലാണ്. 49-ലാണ് പ്രബോധനം എന്ന് പറയുന്ന അതിൻ്റെ ഒഫീഷ്യൽ ജേർണൽ ആരംഭിക്കും. അപ്പോൾ മുഹമ്മദ് സാഹിബ് ജമാഅത്ത് ഇസ്ലാമിയെ പറ്റി കേട്ടിരിക്കാനോ സാധ്യതയില്ല. അല്ല, പൊതുവെ പറയുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ അതേ പാത മുസ്ലിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഈ ഒരു ഗതി വരില്ലായിരുന്നു എന്നും, അന്ന് മുസ്ലിം ലീഗ് ഇതിനെതിരായിരുന്നല്ലോ ഇദ്ദേഹത്തിന്. പല സ്ഥലത്തും ഇദ്ദേഹത്തിനെതിരെ കാഷ്ടം പോലും എറിയുകയും ഇതൊക്കെ ചെയ്തു. അതെ, മുസ്ലിം ലീഗ് അയാൾക്കെതിരായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇയാൾ പാകിസ്ഥാൻ്റെ ഡെഡ് അഗനിസ്റ്റ്. അപ്പോൾ അദ്ദേഹം കോട്ടമ്മൽ എന്ന് പറയുന്ന കുടിയത്തൂരിൽ അത് പ്രസംഗിച്ചത് തന്നെ ഈ പാകിസ്ഥാൻ വിഭജനത്തിനെതിരായിട്ടാണ്. അതായത് ഇനി അവസാനങ്ങൾ പറയുന്നത് ഏറ്റവും ഉദ്ധരിക്കപ്പെട്ടത്, ഇനി ഏതും പാകിസ്ഥാൻ ഉണ്ടാവട്ടെ, നമ്മൾ കേരളത്തിലെ ആളുകൾ എന്തിനാണ് അതിന് വേണ്ടി പണം കിട്ടുന്നത്? നമുക്കിവിടെ പാകിസ്ഥാൻ വരൂല്ലോ എഴുതാനും. കേരളത്തിലെ മുസ്ലിംകൾ അതിന് വേണ്ടി വേണം കിട്ടുന്ന കാര്യം എന്താ എന്ന് വരെയാണ് ചോദിച്ചിട്ടുണ്ട് എന്ന് ഈ സഗീർ മൗലവി ആളോട് പറയുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു. അദ്ദേഹം ഹജ്ജത്തുൽ വദാഇൽ നബി നടത്തിയ അതേപോലത്തെ ഒരു പ്രസംഗമാണ് കൊടിയത്തൂർ നടത്തിയത്. വിടവാങ്ങൽ പ്രസംഗം പോലെ. ആ പ്രസംഗം റെക്കോർഡ് ചെയ്യപ്പെട്ടുണ്ടോ? അല്ല, യൂട്യൂബിലൊക്കെ ഇതിലൊക്കെ വന്നു. SK പൊറ്റക്കാടിൻ്റെ ഇദ്ദേഹത്തെ കുറിച്ചുള്ള ജീവചരിത്രമുണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളൂർ. അദ്ദേഹം അന്ന് അല്ലമീൻ പത്രം നടത്തുന്ന കാലം. അല്ലമീന് അദ്ദേഹം സ്ഥാപിച്ചാണല്ലോ. ആ പത്രത്തിൽ ആ പ്രസംഗം ഉണ്ടോ ഇല്ലയെന്ന് നോക്കണം. എന്നാലേ അത് ആധികാരികമായ തെളിവാകും. അന്ന് ടേപ്പ് റെക്കോർഡും മറ്റു കാര്യങ്ങളൊന്നുമില്ല. അന്ന് ആകെയുള്ളത് ഈ പ്രിന്റാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പത്രത്തിൽ ആ പ്രസംഗം വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കേണ്ടതാണ്. അതുപോലെ സാറ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന് ഉചിതമായുള്ള ഒരു സ്ഥാപനം ശരിക്കും AR നഗർ ഉണ്ടല്ലോ, പഞ്ചായത്ത് ആസാദ്, അത് പ്രത്യേക അനുമതി വാങ്ങി ചെയ്താണ്. അവിടെ അദ്ദേഹമായിട്ടൊരു ബന്ധവുമില്ല. അവിടെ അല്ലമീൻ ഹോട്ടലുണ്ട്. പിന്നെ BA ആസാദ് എന്ന് പറയുന്ന മനുഷ്യരായിരുന്നു. അദ്ദേഹമാണ് എൻ്റെ പിന്നെ ഗ്രാമത്തിന് അബ്ദുറഹ്മാൻ നഗർ എന്ന് പേരിട്ട് അങ്ങനെ അംഗീകരിച്ചെടുത്തു. ഇവിടെ പൊറ്റശ്ശേരിയിലേ ഞാൻ നോക്കിയപ്പോൾ പൊറ്റശ്ശേരിയിൽ ഒരു ലൈബ്രറി പോലും ഇപ്പം ഇല്ല.
കാരണം ലൈബ്രറി കൗൺസിലിൻ്റെ ഒരു സാധനം ഒരു ലൈബ്രറി ഇല്ല. പിന്നെ MAM കോളേജ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ കോളേജ് 100 ഏക്കർ അവരുടെ കയ്യിലുണ്ട് കോളേജിൽ. പക്ഷേ ആ കോളേജിൽ പഠിക്കുന്ന ആളുകൾക്ക് പോലും അവിടുത്തെ കുട്ടികൾക്ക് ഇപ്പം മാമോക്ക് കോളേജ് എന്നാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഒരു ഫോട്ടോ പ്രിൻസിപ്പൽ റൂമിൽ തൂക്കി എന്നല്ലാതെ ഗേറ്റിലോ എവിടെയും അതില്ല. അതിന് കാരണം എന്താ വെച്ചാൽ വി മൊയ്തീൻ കോയ ഹാജി എന്ന് പറയുന്ന മുക്കത്തുകാരനായ ആൾ, അദ്ദേഹം സ്ഥാപിച്ചതാണ് MAM കോളേജ്. അദ്ദേഹം ഉറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കണ്ടിരിക്കാനും ഇടയുണ്ട്, എനിക്കറിയാം. ഏതായാലും ഈ മൊയ്തീൻ കോയ ഹാജി സ്ഥാപിച്ച കോളേജിന് MAM മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ കോളേജ് എന്ന് പേരിട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ 2 കാരണമുണ്ട്. ഒന്ന് ഇയാളുടെ കോൺഗ്രസ്, രണ്ടാമത്തത് ഈ പൊറ്റശ്ശേരിയാണല്ലോ, 2 സ്ഥലം ഒന്നാണല്ലോ. അപ്പോൾ അവിടെ സ്ഥാപിച്ച ഈ സ്ഥാപനത്തിന് കോളേജിന് ആദ്യം അങ്ങനെ പേരിട്ടു. പിന്നീട് വന്ന തലമുറകൾ അത് പഠിപ്പിക്കാനോ ഉപയോഗിക്കാനൊന്നും ഒരു ശ്രമം നടന്നിട്ടില്ല. പിന്നെ ആർക്കെങ്കിലും സോഷ്യൽ സയൻസൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് യാദൃശ്ചികമായിട്ട് അബ്ദുറഹ്മാൻ സാഹിബിനോട് സ്നേഹം തോന്നുന്നു പഠിപ്പിച്ചെങ്കിലൊക്കെ എടുക്കും. അല്ലാതെ വ്യവസ്ഥാപിതമായി അത് പാഠപുസ്തകത്തിന് അതില്ല, ടെക്സ്റ്റ് ബുക്കിനൊന്നുമില്ല. അല്ല, ഞാൻ RK പറ്റിശ്ശേരിയുടെ വീട്ടിൽ പോയിരുന്നു. എൻ്റെ വൈഫ് ഹോമിയോ ഡോക്ടറാണ് അവിടെ പറ്റിശ്ശേരിയിൽ. അപ്പം ഇദ്ദേഹത്തിന് പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോമിയോ റിലീഫിന് വേണ്ടി പോയിരുന്നു. മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് പോയത്. അപ്പോൾ അദ്ദേഹം ഒരു പേപ്പറിൽ എനിക്ക് എഴുതി തന്നത് MAM കോളേജ് എന്നുള്ള ഇത് മാറ്റിയിട്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ കോളേജ് എന്ന് തന്നെ എഴുതണം. അദ്ദേഹത്തിന് ഒരു ഉചിതമായ സ്ഥാപനമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു സ്തൂപം എന്നും ഉണ്ടാക്കിയ ഒരു ചെറിയ സ്തൂപമുള്ളത്, അതിപ്പോൾ അവിടെ പൊളിച്ചു, റോഡ് വീതിയിട്ട് പൊളിച്ചു. കോൺഗ്രസ് പോലെ സ്ഥാപിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കോൺഗ്രസ്സുകാർ ഒരു പതാക ഉയർത്തുകയും ഒരു ഇത് നടത്തിയല്ലാതെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഒരു സംഭവം ഒന്നും ഇവിടെ നടത്താറില്ല. അപ്പം പുറമെ അദ്ദേഹത്തിൻ്റെ പേരിൽ കോളേജുണ്ട്. അദ്ദേഹം അവസാനം സഞ്ചരിച്ച വഴിയാണ്. പൊറ്റശ്ശേരിയിൽ നിന്ന് കേൾക്കുമ്പോൾ മുഴുവൻ ആളുകൾക്കും ഭയങ്കര വികാരമാണ്. കഴിഞ്ഞ ഹിസ്റ്ററി കോൺഗ്രസ് ഫറൂഖ് കോളേജിൽ നടന്ന സമയത്തൊക്കെ അവിടെയുള്ള ആളുകളൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ വിജയമായിട്ടുള്ള ഒന്നും അദ്ദേഹത്തിന് വരാത്തതിൻ്റെ പല കാരണങ്ങളിൽ ഒരു കാരണം ഈ MAM കോളേജ് നോക്കുന്ന മുസ്ലിം ഓർഗനൈസേഷൻ്റെ കമ്മിറ്റിയുടെ കീഴിലാണ്. ആ കമ്മിറ്റി പൊതുവെ മുസ്ലിം ലീഗിനോട് വിധേയത്വമുള്ളതാണ്. മുസ്ലിം ലീഗിന് മുഹമ്മദ് സാഹിബിൻ്റെ പേര് രണ്ടാമത് പേര് അത് സജീവമാക്കുന്നതിൽ താല്പര്യവുമില്ല. കാരണം മുസ്ലിം ലീഗ് അദ്ദേഹത്തിന് കറുത്ത എതിരാളി, അദ്ദേഹം ലീഗിൻ്റെ അങ്ങനെ. അപ്പോൾ വടകരയിൽ പക്ഷെ മുജാഹിദ് അവരുടെ സമ്മേളനമൊക്കെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അവരുടെ നേതാവായിട്ടാണ്. ഈ അർത്ഥത്തിൽ ശരിയാണ്. അയാൾ കൊടുങ്ങല്ലൂരിൽ കുറച്ച് ആളുകൾ, പ്രമുഖരായ ആളുകൾ ആണ് ഈ ഐക്യസംഖ്യ ഉണ്ടാക്കിയത്. അതായത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ തുടക്കമാണ്. പിന്നീട് അത് ഒരു പുരോഗമനം മുസ്ലിം പ്രസ്ഥാനമായി വളർന്നു. ചെറുത്തും വായനയും വരെ പഠിക്കാൻ പാടില്ല എന്ന കാലത്താണ്. അപ്പോൾ ആ നിലയിൽ മുജാഹിദികൾക്ക് സേവനങ്ങളോട് പൊതുവെ ഒരു അനുകൂലമായ സമീപനമൊക്കെ ഉണ്ട്. പക്ഷെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല. ഇപ്പോൾ PT കുഞ്ഞഹമ്മദ് എന്നോട് പറഞ്ഞതേ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ ഉണ്ടാക്കുമ്പോൾ എതിർപ്പ് വരും. അതുകൊണ്ട് ഫോട്ടോ പ്രതിമ എന്നുള്ള പേരിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ഇത് വെച്ചിട്ട് കോഴിക്കോട് നഗരത്തിലും ഇവിടെയൊക്കെ വെക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രതിമ എന്നുള്ള കോൺസെപ്റ്റ്, ഇപ്പം മൗലാന അബുൽ കലാം ആസാദിൻ്റെ പ്രതിമ ഉണ്ട്, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രതിമ ഗുരുകുലം ബാബു ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്തും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നടത്തിയൊരു സർവേയിൽ കൊടിയത്തൂർ അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് ഉണ്ട്. കൊടിയത്തൂർ JMVP സ്കൂളിൽ അദ്ദേഹം പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ പല സ്കൂളുകളിലും ഈ ഇസ്ലാഹിയ കോളേജ്, അതുപോലെ തന്നെ